മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓണമൊക്കെ വരെയല്ലേ, അപ്പം നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അച്ചാറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 to 10 നാരങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന നാരങ്ങയിൽ ചിലതൊക്കെ കുറച്ച് പച്ച നാരങ്ങയാണ്, അത്രയ്ക്ക് പഴുത്തത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ തന്നെ അച്ചാറിടാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങയെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ നാരങ്ങയിട്ട് ഉപ്പും ഇട്ടാണ് വാട്ടിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ വെച്ച് വാട്ടിയെടുക്കാം, നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും വാട്ടിയെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് ഈ ഒരു അച്ചാർ ഇടുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് പൊട്ടാൻ തുടങ്ങും. ഇപ്പം ഇതിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പം ഒന്ന് പൊട്ടുന്നതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് നിർത്തി വെക്കാം, അധികം പൊട്ടിപ്പോകണ്ട. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറുന്നിടം വരെ ഒന്ന് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കഴുകിയെടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു കയ്പ്പ് കുറച്ച് കുറയും എന്നാണ് അമ്മമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ചെയ്യാം. അതവിടെ ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൽ വഴറ്റാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 to 7 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പം നമ്മൾ എത്രത്തോളം നാരങ്ങ എടുക്കുന്നു അതിൻ്റെ ഒരു അളവിലാണ് ഇതിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 to 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിലാണ് ഞാനിത് കലക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇനി അതൊന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഞാനിവിടെ ഇങ്ങനെ നീളത്തിലല്ല, ഇത് ഇച്ചിരി ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു മുളക് പൊടി ഒന്നുകൂടെ ഒന്ന് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കലക്കി ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാർ അധികം നാളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഒരു അച്ചാറല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൂട്ടി തീർക്കാൻ പറ്റുന്ന പോലെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ട ഒരു അച്ചാറാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒക്കെ ഗ്രേവി ഉള്ള പോലത്തെ ഒരു അച്ചാറാണ്, ഭയങ്കര വരട്ടിയിരിക്കുന്ന ഒരു അച്ചാറല്ല. അപ്പോൾ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ആ ഒരു കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ ശർക്കരയുടെ അളവും നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതൊരു കുപ്പിയിലൊക്കെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 2-3 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിലേക്ക് ആ ഒരു മുളകും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ എല്ലാവരും ഒരു 2-3 ദിവസം മുന്നേ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ സദ്യക്കൊക്കെ വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിന് മുന്നേയും ഞാൻ ഒരുപാട് പിക്കിൾസിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.